ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് കുറച്ച് ചൂര കഷ്ണമാണ് എടുത്തിട്ടുള്ളത്, കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടി തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവെല്ലാം നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ അത് പൊടി കൂടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ളതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് മിക്സി ജാറിലിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എണ്ണയാണ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നിങ്ങൾക്ക് സമയം കണ്ടതുപോലെ വച്ചിരിക്കുക. അതിന് ശേഷം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നാ പറക്കിയിട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് അതിന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ കോരിയെടുക്കാം. ഞാൻ നല്ലതായിട്ട് പൊരിച്ചാണ് എടുക്കാൻ പോകുന്നത്. ചെറിയ രീതിയിലല്ല പൊരിച്ചെടുക്കുന്നത്. ഇത്രയാവുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം. പക്ഷെ ഞാനിപ്പം കോരിയെടുക്കണില്ല. എനിക്ക് കുറച്ചുകൂടി നല്ല പൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ കോരിയെടുക്കാൻ പോകുന്നത്. ഇത് കോരിയെടുക്കാനാണ് പോണത്. ഇത് നമുക്ക് തോന്നും കരിഞ്ഞിട്ടുണ്ടെന്ന്. ഇത് കരിഞ്ഞിട്ടൊന്നുമല്ല, നല്ല കറക്റ്റ് പരുവത്തിനാണ് കിട്ടിയിട്ടുള്ളത്. പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു ഫിഷ് ഫ്രൈ ആണ്. ചോറ് കഴിക്കാനും ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാത്തിനും കൊള്ളാം. ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം. ബൈ ബൈ.